അതുവരെ അവിടെ കിടത്തിയിരുന്നവര്. ഈ ഇളയ കുട്ടിയെങ്കിലും അവർക്ക് രക്ഷപ്പെടുത്താറുണ്ട്. അന്നേരമൊക്കെ എന്റെ മോള് നോർമലാ, ഒന്നും ഇല്ലായിരുന്നു. സാറേ, എന്റെ മക്കളെ ഒന്ന് രക്ഷിക്ക്, അവരെ ഒന്ന് നോക്ക് എന്ന് മുരളി എന്ന അച്ഛൻ ഒരു ഡോക്ടറോട് പറഞ്ഞതാ. ഡോക്ടറുടെ മറുപടി ICUവിൽ ബെഡില്ല എന്നായിരുന്നു. ഈ രണ്ട് പെൺമക്കളും ഛർദിച്ച് ചോര വായിൽ കൂടി വരാൻ തുടങ്ങി. ആ അച്ഛന്റെ നിസ്സഹായ അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കണം. രണ്ട് പാ മേടിച്ചോണ്ട് പോയി നിലത്തിട്ട് ആ നിലത്തിൽ കിടത്ത് ഞങ്ങൾ നോക്കാം. നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മഞ്ഞപ്പിത്തം ബാധിച്ചു കൊണ്ടുവന്നിട്ടും ചികിത്സ ലഭിക്കാതെ മരിച്ചുപോയ രണ്ട് പെൺകുട്ടികളുടെ അച്ഛന്റെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ESI ആശുപത്രിയിൽ നിന്ന് ICUവിൽ പ്രവേശിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച കുട്ടിയെ വെറും നിലത്ത് പായ് വരച്ച് കിടത്തിക്കൊള്ളാനാണ് ഡോക്ടർ പറഞ്ഞത്. ഇന്ന് രാജ്യത്തെ ആദ്യത്തെ 12 മികച്ച ആശുപത്രികളിൽ നമ്മുടെ പേരാണുള്ളത്. ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് നാഴിക്ക് 40 വട്ടവും പറയുന്ന നമ്മുടെ കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രമല്ല, എല്ലാ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അവിടെയുള്ള രോഗികൾ പരാതിപ്പെടുന്നത് ഒരു കാര്യമാണ്: പണമുണ്ടെങ്കിൽ മാത്രമേ രോഗികൾക്ക് മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടുകയുള്ളൂ പോലും. പ്രൈവറ്റ് പ്രാക്ടീസുമായി സ്വന്തം വീടുകളിൽ പൈസയുമായി വരുന്ന രോഗികൾക്ക് ചികിത്സ കിട്ടും. പോക്കറ്റിൽ പണമില്ലാതെ വരുന്നവന് അവിടെ ചികിത്സയില്ല. അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുടെ അഭിപ്രായത്തിൽ മെഡിക്കൽ കോളേജിൽ വേണ്ട ബെഡോ മരുന്നുകളോ സഹായത്തിന് ആൾക്കാരോ ഇല്ല. എല്ലാവരെയും കൂടി അറ്റൻഡ് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ഇതിൽ ഏതാണ് സത്യം? പണ്ട് മുതലേ പറയപ്പെടുന്ന ഒരു കാര്യമാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഡോക്ടറിന്റെ വീട്ടിൽ നേരിട്ട് പോയി കാണുന്നവർക്ക് ഹോസ്പിറ്റലിൽ കാണാൻ ചെല്ലുമ്പോൾ ആദ്യം വിളിച്ചു നോക്കും. രാവിലെ 7 മണി മുതൽ കാത്തു നിൽക്കുന്നവരെ പിന്തള്ളിയാണ് ഈ മുൻഗണന. പരാതി കൊടുത്താലും ഈ പറയപ്പെടുന്ന ഡോക്ടേഴ്സ് ഒക്കെ തന്നെയാണ് പിന്നെയും കൺസൾട്ടേഷന് ഇരിക്കുക. പാവം മുരളി എന്ന അച്ഛൻ 2 പെൺമക്കളെയും കൊണ്ട് ഓടിയെത്തുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയായിരിക്കും വന്നിട്ടുണ്ടാവുക. ESIയിൽ ICUയിൽ കേട്ടേണ്ട ഒരു രോഗിയാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്, ഇതിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ ICUയിൽ ബെഡില്ല. പാവപ്പെട്ടവന് രോഗം വരുമ്പോൾ ഏറ്റവും വിശ്വാസത്തോടും ആശ്വാസത്തോടും കൂടി ഓടിച്ചെല്ലുക മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ തന്നെയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. രോഗിയെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല. എന്താണെങ്കിലും ICUയിൽ ബെഡില്ല, പായ് മേടിച്ച് കിടത്തിക്കോ എന്ന് മൂർധന്യാവസ്ഥയിലെത്തിയ കുട്ടികളുടെ അച്ഛനോട് പറയാൻ മാത്രം മനസാക്ഷിയില്ലാത്ത ഡോക്ടേഴ്സ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലുണ്ട്. ആരോഗ്യ കേരളം നമ്പർ 1 ആവുമ്പോൾ ഇങ്ങനെയുള്ള നേട്ടങ്ങളും കൊട്ടിഘോഷിക്കപ്പെടണം. ബേസിക് കമ്മ്യൂണിറ്റീസ് പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകൾ എന്തിനാണ്? ഇങ്ങനെയുള്ള അവസരത്തിലും ഭരണവാർഷികാഘോഷ പരിപാടികൾക്ക് വേണ്ടി നമ്മൾ പണമെറിയുന്നുണ്ട്. ഇപ്പോൾ ഇതിനൊരു പരിഹാരവുമായി ആരോഗ്യ വകുപ്പ് മന്ത്രി വരും, ഒരു റിപ്പോർട്ട് തയ്യാറാക്കും, അതങ്ങ് മാധ്യമങ്ങൾക്ക് കൊടുക്കും. ഇതിനപ്പുറത്തേക്ക് എന്താണ് നടക്കുന്നത്? ഇതുപോലെ എല്ലാ ദിവസവും അവിടെ പല മരണങ്ങൾ നടക്കുന്നു. ഇതുവരെ ഇതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാവുന്നില്ല. ഭരണം ആരുടേതായാലും അനുഭവിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണം. ചോര ഛർദ്ദിച്ച് മരിച്ച ആ 2 പെൺകുഞ്ഞുങ്ങൾ ഇവിടുത്തെ ആരോഗ്യ മേഖലയ്ക്ക് എന്നും ഒരു ചോദ്യചിഹ്നം തന്നെയായിരിക്കും. ആ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും ഇളയ കുട്ടിയെങ്കിലും രക്ഷപ്പെട്ടേനായിരുന്നു.